പിന്നെ റെസ്പിറേഷൻ ഒക്കർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിഫ്യൂഷൻ എന്ന പ്രോസസ് കൊണ്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ നോസ് പഠിച്ചു, അതിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചു. nasal cavity, then subdivision of nasal cavity പഠിച്ചു, vestibule, vibrissae പഠിച്ചു, then olfactory region ഉണ്ട്, respiratory region ഉണ്ട്. അവിടെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാണ്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സിലിയേറ്റഡ് കൊളുമിനാർ എപ്പിത്തീലിയം. then അതിന്റെ ഫങ്ഷൻസ് കണ്ടു. ഈ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സിലിയേറ്റഡ് കൊളുമിനാർ എപ്പിത്തീലിയം വേറെ ഏതൊക്കെ സ്ട്രക്ചേഴ്സിലാണ് ഉള്ളത് നമ്മൾ പഠിച്ചു, അത് ഇമ്പോർട്ടന്റ് ആണ്. then boundaries of nasal cavity പഠിച്ചു, നേസൽ സെപ്റ്റത്തെ കുറിച്ച് പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് കൂടാതെ നമ്മൾ അതിന്റെ ബ്ലഡ് സപ്ലൈ പഠിച്ചു. പിന്നെ ലിറ്റിൽസ് ഏരിയ പഠിച്ചു, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിറ്റിൽസ് ഏരിയ, കേസൽ ബാക്ക് പ്ലക്സസ്. ലിറ്റിൽസ് ഏരിയ ഫോം ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? സുപ്പീരിയർ ലാബിയൽ ആർട്ടറി, ദെൻ ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറി, ബ്രാഞ്ചസ് ഓഫ് സ്ഫിനോ പലറ്റൈൻ ആർട്ടറി. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ യൂട്രസ് ഏരിയ പഠിച്ചു. പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ഇൻഫീരിയർ ടർബിനേറ്റിലാണ് യൂട്രസ് ഏരിയ